മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള അനേകം നഴ്സുമാരുടെ ജീവിതങ്ങളിലേക്ക് ഈശോയുടെ സ്നേഹവും പ്രത്യാശയും പകർന്നു നൽകുന്ന, നേഴ്സസ് ടൈമിന് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന എല്ലാ ശാലോം പ്രേക്ഷകരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 24-ാം വാക്യം ഇങ്ങനെ പറയുന്നു: 2 യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അവരനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അവരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ നാം എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും നന്മയും തിന്മയും തമ്മിലുള്ള ഒരു പിടിവലി പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നാം അനുഭവിക്കാറുണ്ടല്ലേ? അപ്പോഴെല്ലാം നാം എന്താണ് ചെയ്യേണ്ടത്? ഈശോയുടെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് നന്മയുടെ വഴി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ഉത്തരവാദിത്തം. എങ്ങനെയാണ് ആ തിരുഹിതം മനസ്സിലാക്കുക എന്നുള്ളത് പലരും ചോദിക്കാറുണ്ട്. ഉത്തരം ഒന്നേയുള്ളൂ: ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 10-ാം വാക്യം. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന്, അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ. ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയ 2 മെയിൽ നേഴ്സസിനെ നമുക്കിപ്പോൾ പരിചയപ്പെടാം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 13-ാം തിരുവചനം. ഈശോ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. കർത്താവിന് ഇഷ്ടമുള്ളതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇന്നിവിടെ ആയിരിക്കുന്നത്. എൻ്റെ പേര് ബൈജു റാഫേൽ. ഞാൻ അബുദാബിയിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ ജീവിത പങ്കാളി സിമി വർഗീസ്. എനിക്ക് 3 മാസം പ്രായമായ ഒരു കുഞ്ഞുവാവയുണ്ട്. എൻ്റെ പേര് ടോജോ. ഞാൻ അബുദാബിയിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. വൈഫിൻ്റെ പേര് ജൂലി. ശില്പ ആൻഡ് സാമുവേൽ. 2 കുട്ടികളുണ്ട്. ടോജോ ചേട്ടൻ എങ്ങനെയാണ് ഈ നേഴ്സിംഗ് പ്രൊഫഷനിലേക്ക് വരുവാനിടയായ സാഹചര്യം ഒന്ന് വിശദീകരിക്കാമോ? എനിക്ക് 2 ചേച്ചിമാരാണ്. 2 പേരും നേഴ്സുമാരാണ്. അപ്പം അവരിൽ നിന്ന് കിട്ടിയൊരു പ്രചോദനമാണ് ഈ നേഴ്സിങ്ങിലോട്ട് വരാൻ കൂടുതലും എന്നെ സഹായിച്ചത്. ഞാൻ 3 കൊല്ലത്തോളം തിരുവല്ല പുഷ്പഗിരി ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു. അതിന് ശേഷം UK-ൽ 14 years അവിടെ ജോലി ചെയ്തു. പിന്നെ അബുദാബിയിൽ എത്തി. സാധാരണയായി നാട്ടിൽ നിന്നും എല്ലാ നേഴ്സുമാരും UK-യിലേക്കും ഓസ്ട്രേലിയയിലേക്കും അയർലൻഡിലേക്കൊക്കെ പോവുകയാണ്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ടോജോ ചേട്ടൻ UK-യിൽ നിന്നും അബുദാബിയിലേക്ക് വന്നു. ഇതിൻ്റെ പിന്നിൽ എന്താണ്? എനിക്ക് ബേസിക്കലി നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹമാണ്. അപ്പോൾ പിള്ളേരൊക്കെ അവിടെ പോകാൻ തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പം 20 രാജ്യമാകുമ്പോൾ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ പിള്ളേരെ വളർത്താനും അതുപോലെ കൂടുതൽ ആധ്യാത്മികമായിട്ട് അവരെ വളർത്താനും പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ടാണ് അബുദാബിയിലോട്ട് പോകുന്നത്. എന്താണ് കുട്ടികൾക്ക് അവിടെ പറയത്തക്ക ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ പിള്ളേർക്ക് വളരുവാനായിട്ട്? കൂടുതലും അവർ മിങ്കിൾ ചെയ്യുന്നത് വെസ്റ്റേൺ പീപ്പിളുമായിട്ടാണ്. അപ്പോൾ ഒരു വെസ്റ്റേൺ കൾച്ചർ അവരതിനകത്തൊന്ന് അഡാപ്റ്റ് ചെയ്യും. അത് നമ്മുടെ കൾച്ചറുമായിട്ട് മാച്ച് ചെയ്ത് പോകാൻ പാടായവങ്ങൾ. സാധാരണയായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് കുട്ടികളുടെ മേലുള്ള അവകാശം മാതാപിതാക്കൾക്കില്ല, അങ്ങനെ കോടതി റൂൾസൊക്കെ വന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ആണ്. നമുക്ക് പിള്ളേരെ യാതൊരു കാരണവശാലും അടിക്കുവാനോ ശിക്ഷിക്കുവാനോ ഒന്നും അവിടുത്തെ ലീഗൽ നിയമം അനുസരിച്ച് പറ്റില്ല. ഇപ്പോൾ ടോജോ ചേട്ടന് ഈ അബുദാബിയിൽ വന്നതിന് ശേഷം എങ്ങനെയാണ് നമ്മുടെ ഈ നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് കടന്നു വരുവാൻ ഇടയായ ഒരു സാഹചര്യം? ഞാൻ UK നിന്ന് പോന്നപ്പം അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഉള്ള ഒരു സിസ്റ്ററിൻ്റെ നമ്പർ വന്നു. ആ സിസ്റ്റർ നേഴ്സസ് മിനിസ്ട്രിയിലെ ആക്റ്റീവ് മെമ്പറാണ്.
അപ്പോൾ ആ സിസ്റ്ററിനെ കോൺടാക്ട് ചെയ്തപ്പോൾ ആ സിസ്റ്റർ വഴിയാണ് നേഴ്സസ് മിനിസ്റ്ററിലേക്ക് ഞാൻ ആദ്യമായിട്ട് വന്നത്. ബൈജു എങ്ങനെയാണ് നേഴ്സസ് മിനിസ്റ്ററിൽ എത്തിയത്? ഞാൻ നേഴ്സസ് മിനിസ്റ്ററിലേക്ക് കടന്നു വരുവാൻ ഇടയായ സാഹചര്യം, ഒരു 4 വർഷം മുമ്പ് എൻ്റെ ഫാദർ മരിച്ചു. ആ സമയത്ത് ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തിട്ട് നാട്ടിലേക്ക് പോയി. അതിനുശേഷം തിരിച്ച് ഞാൻ വീണ്ടും UAE വന്നപ്പോൾ എനിക്ക് ജോലിയൊന്നും ലഭിച്ചില്ല. ഞാൻ കുറേ ജോലി അന്വേഷിച്ച് നടന്നു. അന്നേരം ഒത്തിരി നേഴ്സസ് മിനിസ്റ്ററിലെ ചേച്ചിമാർ നമ്മളെ ഇങ്ങോട്ട് വിളിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ആ സമയത്താണ് ഞങ്ങളുടെ ഫോർമേഷൻ ഇൻചാർജ് പ്രത്യേകമായിട്ട് നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ആ പ്രാർത്ഥന കഴിഞ്ഞ് 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഒത്തിരി അടഞ്ഞിരുന്ന വഴികളെല്ലാം കർത്താവ് പതുക്കെ തുറന്നു തന്നു. ഹാദ് എക്സാം എഴുതാനുള്ള കാര്യങ്ങൾ കർത്താവ് ക്രമീകരിച്ചു. അതിനുശേഷം നല്ല സീനിയർ പോസ്റ്റിൻ്റെ ലൈസൻസ് ലഭിക്കുവാനിടയായി. അങ്ങനെ ഇപ്പോൾ അബുദാബിയിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നല്ല ജോലിയായിട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ എനിക്ക് വേണ്ടി ഒത്തിരി പേര് പ്രാർത്ഥിച്ചു. അവരുടെ സ്നേഹവും അവരുടെ ഒരു എൽഡറെ പോലെയുള്ള നമ്മുടെ പെരുമാറ്റം വഴി ഇതൊക്കെ മൂലമാണ് ഞാൻ ഈ നേഴ്സസ് മിനിസ്റ്ററിലേക്ക് കടന്നു വരുവാൻ ഇടയായൊരു സാഹചര്യം. ടോജച്ചേട്ടൻ നമ്മുടെ നേഴ്സസ് മിനിസ്റ്ററിയിലേക്ക് കടന്നു വന്നതിന് ശേഷം ടോജച്ചൻ്റെ ജീവിതം ഉണ്ടായ എന്തെങ്കിലും പ്രകടമായ മാറ്റം നമ്മളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. ഞാൻ UK വെച്ച് മദ്യപിക്കുന്ന വ്യക്തിയായിരുന്നു. അവിടുത്തെ ഒരു കൾച്ചർ അനുസരിച്ച് മദ്യപാനം ഒരു പാവമായിട്ട് തെറ്റായിട്ട് തോന്നിയിട്ടില്ല. എല്ലാവരും തന്നെ മദ്യപിക്കുന്ന ഒരു കൾച്ചറാണ്. അവിടെ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഡിഫറൻ്റായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എനിക്കിത് പെട്ടെന്ന് നിർത്താൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ ഇവിടുത്തെ ബ്രദേഴ്സിനോടൊക്കെ പ്രയർ റിക്വസ്റ്റ് ചെയ്തു. അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ധ്യാനം അറേഞ്ച് ചെയ്തു. അങ്ങനെ കംപ്ലീറ്റ് ഒരു ഡെലിവറൻസ് എനിക്ക് മദ്യപാനത്തിൽ നിന്ന് ലഭിച്ചു. നേഴ്സിംഗ് മിനിസ്റ്ററിൽ വന്നാൽ പിന്നെയാണ് അങ്ങനെ ഒരു കംപ്ലീറ്റ് ഒരു ഡെലിവറൻസ് കിട്ടിയത്. സാധാരണ പല സാക്ഷ്യങ്ങളിലായിട്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ടോജച്ചൻ്റെ ജീവിത പങ്കാളി ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു മകളാണ്. ആ മകളുടെ പ്രാർത്ഥന മൂലമാണ് ടോജച്ചന് ഇങ്ങനൊരു മാറ്റം ഉണ്ടായെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് ടോജച്ചന് ഈ ജീവിത പങ്കാളിയെ കുറിച്ചിട്ട് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഒത്തിരി നല്ലപോലെ പ്രാർത്ഥിക്കും. ക്ഷമയോടെ എപ്പോഴും മടുപ്പില്ലാതെ പ്രാർത്ഥിക്കുന്ന ഒരു ജീവിത പങ്കാളിയാണ് എനിക്കുള്ളത്. സാധാരണ ടോജച്ചേട്ടൻ ഇങ്ങനെ മദ്യപിച്ചിട്ടൊക്കെ വരുമ്പോൾ ജീവിത പങ്കാളി എന്തെങ്കിലും തരത്തിൽ പ്രതികരിക്കാറൊക്കെ ഉണ്ടോ? അങ്ങനെ ഇല്ല, അങ്ങനെ ചെയ്യാറില്ല. കൂടുതലും പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുവാനായിരുന്നു. ബൈജുവിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനാ ലൈഫ് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം? എൻ്റെ പ്രാർത്ഥനാ ലൈഫ് ഈ നേഴ്സസ് മിനിസ്റ്ററിലേക്ക് കടന്നു വന്നതിന് ശേഷം വളരെ നന്നായിട്ടാണ് പോകുന്നത്. സാധിക്കുന്ന സമയത്തൊക്കെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുമാത്രമല്ല എൻ്റെ ജീവിത പങ്കാളിയും ഒത്തിരി പ്രാർത്ഥിക്കും. നമ്മളൊരു കാര്യം തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ ജീവിത പങ്കാളി പറയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. പിന്നെ വേറൊരു പ്രത്യേകത എനിക്ക് പറയാനുള്ളത്, എൻ്റെ വിവാഹം ഉറപ്പിച്ച അന്നു മുതൽ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ടേ ആ ദിവസം ഉറങ്ങാറുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ നാട്ടിലായിരിക്കും, എൻ്റെ ജീവിത പങ്കാളി ബാംഗ്ലൂർ ESIയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ രണ്ടുപേരും 2 സ്ഥലത്തായിരിക്കും. എങ്കിലും ഞങ്ങൾ ഫോണിൽ കൂടെ ആയാലും ഒരുമിച്ചുള്ളപ്പോൾ ഒരുമിച്ചും പ്രാർത്ഥിക്കാതെ ഞങ്ങൾ ഇതുവരെയായിട്ടും ഉറങ്ങിയിട്ടില്ല. അതാണ് ഈ നേഴ്സസ് മിനിസ്ട്രിയിലൂടെ കിട്ടിയ ഒരു ഫോർമേഷനാണ്, ഒരു ചൈതന്യമാണെന്ന് വേണമെങ്കിൽ പറയാം. ടോജച്ചേട്ടൻ്റെ ഈ നേഴ്സിംഗ് പ്രൊഫഷനിലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ ഈ നേഴ്സസ് മിനിസ്ട്രി കടന്നു വന്നല്ലോ, മദ്യപാനം ഉപേക്ഷിച്ചു. അതിനുശേഷം ഈ പ്രൊഫഷണൽ ലൈഫിൽ എന്തെങ്കിലും വ്യത്യാസമുള്ളതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടോ? പ്രൊഫഷണൽ ലൈഫിൽ സാധാരണ ഞാൻ നേരത്തെ ഒരു ജോബായിട്ട് തന്നെയാണ് നേഴ്സിംഗ് ജോബിനെ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് മാറി എനിക്ക് പേഷ്യൻസിന് വേണ്ടി പ്രാർത്ഥിക്കാനും അതുപോലെ ഇച്ചിരി കൂടെ നല്ല രീതിയിൽ കെയർ ചെയ്യാനും ഒക്കെ ആയിട്ട് സാഹചര്യങ്ങൾ അത് ഈ മിനിസ്ട്രിയിൽ കൂടെ കിട്ടിയ ഒരു ചൈതന്യമാണ്. അങ്ങനെ എന്തെങ്കിലും ഈ പേഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രകടമായ മാറ്റങ്ങൾ ടോജന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എനിക്ക് ഒത്തിരി ടച്ചിങ് ആയിട്ടൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ORലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ദിവസം എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല കാർഡിയാക്ക്, അവിടെ പോകേണ്ട ഒരു സാഹചര്യം വന്നു. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ സർജൻസ് എല്ലാം കേസ്
ഓപ്പൺ ഹാർട്ട് സർജറിയാണ്. എങ്കിൽ പോലും അവർ ബ്രേക്കിന് പോകുന്നൊരു സാഹചര്യത്തിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. പക്ഷേ എല്ലാവരും അങ്ങോട്ടൊരു ഡിസപ്പോയിൻമെൻ്റാണ്. അപ്പോൾ ഞാൻ കാര്യം ചോദിച്ചപ്പം പറഞ്ഞു ഈ പേഷ്യൻ്റെ കണ്ടീഷൻ ഒത്തിരി ക്രിറ്റിക്കലാണ്. അത് കഴിഞ്ഞിട്ട് ഈ പേഷ്യൻറ്റിന് ഒരു സർജൻസ് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് എക്മോ എന്ന് പറഞ്ഞ ഒരു മെഷീനിലോട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. കൊച്ചിൻ്റെ BP സ്റ്റേബിൾ ആകുന്നില്ല. എക്മോയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോഴാണെങ്കിൽ 1-2 ആഴ്ച ഒബ്സർവ് ചെയ്യും. എന്നിട്ടേ അവർക്കൊരു തീരുമാനം പറയാൻ പറ്റുള്ളൂ എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അവർ പോയി. ആ സമയത്ത് ഞാനും സ്ക്രബ് നേഴ്സും അനസ്തറ്റിസ്റ്റും മാത്രമേ തിയേറ്ററിൽ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു പ്രചോദനം കിട്ടി. അതനുസരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം പേഷ്യനെ ടച്ച് ചെയ്ത് പ്രാർത്ഥിക്കണമെന്ന് എൻ്റെ മനസ്സിലെന്തോ ഒരു പ്രചോദനം വന്നു. സാധാരണ രീതിയിൽ ORL സ്റ്റെറൈൽ ട്രൈപ്പൊക്കെ ഇട്ട കാരണം നമുക്ക് നേരിട്ട് പോയി ടച്ച് ചെയ്ത് പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഞാൻ പെരിയെ പോയിട്ട് ടേബിളിൻ്റെ സൈഡിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് 2 മിനിറ്റ് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴും അവർ തിരിച്ചു വന്നു കഴിഞ്ഞ് അങ്ങോട്ടും ചെസ്റ്റെല്ലാം ഓപ്പണായിട്ടിരിക്കുകയാണ്. അവർ ആ ചെസ്റ്റ് കവർ ചെയ്യുക മോപ്പ് പെരിയെടുത്ത് മാറ്റിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഞാൻ ചോദിച്ച കാര്യം എന്തുവാ? അപ്പോൾ അവർ പറഞ്ഞു കൊച്ചിൻ്റെ BP സ്റ്റേബിളായിട്ടുണ്ട്, ഇനി എക്മോ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ പെരിയെ പോയി സ്ക്രബ് നേഴ്സിനോട് ചോദിച്ചു എന്തെങ്കിലും സർജൻ ചെയ്തപ്പോഴാണോ BP ഇങ്ങനെ സ്റ്റേബിളായി വന്നത്? അപ്പം സ്ക്രബ് നേഴ്സിനോട് പറഞ്ഞു ഒന്നും ചെയ്യില്ല, അവർ ആ മോപ്പ് എടുത്ത് മാറ്റിയതേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അന്ന് മുതൽ ഞാൻ എപ്പോഴും കെയർ കൊടുക്കുന്ന സമയത്ത് പേഷ്യൻസിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ ടോജോ ചേട്ടൻ്റെ ജീവിത പങ്കാളിയുടെ ശക്തമായ പ്രാർത്ഥന മൂലമാണ് ടോജോ ചേട്ടൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടായത്. അതുവഴി ആ മാറ്റം തൻ്റെ ശുശ്രൂഷിക്കുന്ന മേഖലയിലുള്ള എല്ലാവരിലേക്കുമായിട്ട് എത്തിക്കുവാനായിട്ട് ടോജോ ചേട്ടന് സാധിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ബൈജുവിൻ്റെ ജീവിതത്തിൽ ഈശോ നേരിട്ടിടപെട്ട എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ട കുറേ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. വിവാഹത്തിന് ശേഷം എൻ്റെ ജീവിത പങ്കാളി പ്രഗ്നൻ്റായി. അതിനുശേഷം അപ്പോൾ തന്നെ അത് അബോർഷനായിട്ട് പോയി. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി വിഷമമായി. ഞങ്ങൾ ഒത്തിരി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. രണ്ടാമത് വീണ്ടും ജീവിത പങ്കാളി പ്രഗ്നൻ്റായി. ആ സമയത്ത് 2ാമത്തെ മാസം തന്നെ ഡോക്ടർമാർ ഡയഗ്നോസ് ചെയ്തു സെൻട്രൽ പ്ലാസൻ്റ പ്രീവിയാണ്, ഹൈ ബ്ലീഡിങ്ങുമാണ്, അതുകൊണ്ട് ഇനി ജോലിക്ക് പോകാനായിട്ട് സാധിക്കില്ല. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അത് ഹെവി ബ്ലീഡിങ് മൂലമാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. അപ്പോൾ സ്കാനിങ് റിപ്പോർട്ടിനകത്ത് അവർ പറഞ്ഞു ഇനി ഫുൾ ബെഡ് റെസ്റ്റാണ് വേണ്ടത്. ഈ അവസ്ഥയിൽ തുടർന്നുകൊണ്ട് പോകുവാൻ പറ്റുമോ എന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല. ചിലപ്പോൾ ഇതും അബോർഷനായി പോയേക്കാമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് ഒത്തിരി വിഷമമായി. പക്ഷെ ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ 2 പേർ ചേർന്ന് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്വനായ പിതാവ് നടത്തിത്തരും. ഒരു വചനമുണ്ട്, ആ വചനം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വചനത്തിൻ്റെ അർത്ഥം ശരിക്കും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അന്നേരം. ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിൻ്റെ ലീഡർ നാട്ടിലായിരുന്നു. ആ ചേട്ടൻ നാട്ടിൽ ജീവിത പങ്കാളിയുടെ അടുത്ത് പോയി പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ എല്ലാ ദിവസവും ഞാനും എൻ്റെ ജീവിത പങ്കാളിയും പ്രാർത്ഥിക്കുമെന്നും പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിന് തലേ ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ശക്തമായ ഒരു പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. അത് വാക്കുകൊണ്ട് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തതിലും അധികമായിട്ട് ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. എൻ്റെ ജീവിത പങ്കാളിക്കും എനിക്കും ഫീൽ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഫോണിൽ കൂടെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു അടുത്ത പ്രാവശ്യം സ്കാൻ ചെയ്യുമ്പോൾ എല്ലാം നോർമലായിരിക്കും, ഇനി വിഷമിക്കേണ്ട ആവശ്യമില്ല, ജോലിയിൽ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് സാധിക്കും, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും, നമുക്ക് ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു കൊടുത്തു ഞാനും 16:12 മരുന്നോ ലേപനോ ഔഷധവുമല്ല, കർത്താവിൻ്റെ വചനമായ ക്രിസ്തുവാണ് നമ്മളെ സുഖപ്പെടുത്തുന്നത്. ഈ വചനം റിപ്പീറ്റ് ചെയ്ത് കുറേ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതിനുശേഷം 10 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും പോയി സ്കാൻ ചെയ്തു ആ റിപ്പോർട്ട് കൊണ്ട് ഡോക്ടറെ അടുത്ത് നമ്മൾ ഡോക്ടർ ചാടി എഴുന്നേറ്റ് പറയുന്നു ഈ കുട്ടിക്ക് സെൻട്രൽ പ്ലാസൻ്റ പ്രീവിയ പോയിട്ട് ഒരു കുഴപ്പവുമില്ലല്ലോ, നേരെ പോയി ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാം. പ്രൈസ് ലോർഡ്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ നമുക്കെല്ലാവർക്കും ഭയങ്കര
സന്തോഷമായി, അതിശയമായി. അപ്പോൾ ജീവിത പങ്കാളിയുടെ വീട്ടിലെ ആ അമ്മച്ചിയും ബാക്കിയെല്ലാവരും പറഞ്ഞു, ഇത് ചിലപ്പോൾ സ്കാനിങ് റിപ്പോർട്ടിലെ മിസ്റ്റേക്ക് ആയിരിക്കാം, ചിലപ്പോൾ അങ്ങനെ പറ്റിയതായിരിക്കാം, പക്ഷേ ഇതൊരു അൺബിലീവബിളായിപ്പോയി. ഇത്രയും സീരിയസ് കേസിലുള്ളൊരു കുട്ടി പെട്ടെന്ന് സെൻട്രൽ പ്ലാസിൻ്റെ പ്രിവ്യൂ മാറി നോർമൽ സ്റ്റേജിലാവുക എന്നുള്ളത് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അത്ഭുതമായിരുന്നു. സാധാരണ ഞങ്ങൾ കേട്ടിട്ടുള്ളത് 5-6 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ പ്ലാസിൻ്റെ മാറി നോർമലായി വന്നേക്കാം. പക്ഷേ ഇങ്ങനെയൊരു അത്ഭുതം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. അതിന് ഞാൻ പറയുന്ന കാര്യം ഇതാണ്, ഞങ്ങൾ ഒരുമിച്ച് വിവാഹം ഉറപ്പിച്ച അന്ന് മുതൽ ഇന്നലെ രാത്രി വരെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ടേ കിടന്നുറങ്ങിയിട്ടുള്ളൂ. ഞങ്ങൾ രണ്ടുപേർ ചേർന്ന് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്വനായ പിതാവ് നടത്തിത്തരും എന്നുള്ള ആ വചനത്തിൻ്റെ അർത്ഥം അതിനുശേഷമാണ് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ എൻ്റെ രണ്ടാമത്തെ കൊച്ച് ഡെലിവറി ആകുന്ന സമയത്ത് 2-3 പ്രാവശ്യം സ്കാൻ ചെയ്തു, എങ്കിലും അവർക്ക് ആ ഒരു ഡിഫക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കൊച്ചിന് ഡയഫ്രമാറ്റിക് ഹെർണിയ ഉണ്ടായിരുന്നു. അത് ഡിഫക്റ്റ് വലുതായതുകൊണ്ട് ലിവറിൻ്റെ ഇൻറ്റസ്റ്റൈൻ്റെയും ഒക്കെ പോർഷൻസ് ഡയഫ്രത്തിലോട്ട് പ്രൊട്രൂഡ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള ചൈൽഡ് ആണെങ്കിൽ അവർ സിസേറിയൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നോർമൽ ഡെലിവറി അവർ നോക്കുകയല്ല. എന്നു വെച്ചാൽ അത് റിസ്ക്കാണ് ബേബിക്ക്. റെസ്പിറേറ്ററി അറസ്റ്റൊക്കെ വന്ന് മരിച്ചു പോകാൻ അങ്ങനെയുണ്ട്. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് അവർ നോർമലായിട്ട് കൊച്ചിനെ ഡെലിവറായി. ഈ ഡെലിവറി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ അവർ സർജറി ചെയ്ത് ഡിഫക്റ്റ് നോർമലാക്കി. ഇപ്പോൾ നമ്മൾ പറഞ്ഞു നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് വന്നതിന് ശേഷം ടോജോച്ചേൻ്റെ ദുശീലത്തിൽ നിന്ന് കർത്താവ് വിടുവിച്ചു. അതുപോലെ ഇനി എന്തെങ്കിലും പ്രൊഫഷണൽ ജീവിതത്തിനകത്ത് വേറെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ടോജോച്ചേനെ ഷെയർ ചെയ്യാനായിട്ടുണ്ടോ? അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ, മക്കളുടെ കാര്യത്തിൽ? മക്കളുടെ കാര്യത്തിൽ ഞാൻ UK നിന്ന് വന്നപ്പോൾ മോള് 5-ലോട്ടാണ്, ഇവിടേക്ക് 5th സ്റ്റാൻഡേർഡിലാണ് ജോയിൻ ചെയ്യുന്നത്. ജോയിൻ ചെയ്ത സമയത്ത് UK സിലബസ് അല്ല ഇവിടെ. അപ്പോൾ ഹിന്ദിയും അറബിക്കൊക്കെ അഡീഷണലായിട്ട് പഠിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം കൊച്ചിനത് ഒത്തിരി ബേർഡനായിരുന്നു. അപ്പം തിരിച്ചു കഴിഞ്ഞാൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് ഇനിഷ്യൽ സ്റ്റേജിൽ തോന്നിപ്പോയി. എന്ന് വെച്ചാൽ അതുപോലെ ഹാർഡായിരുന്നു കൊച്ചിന്. ബേസിക് പോലും അറിയത്തില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇവിടെ വന്ന് ഹിന്ദി അറബിക്ക് പഠിക്കാൻ വേണ്ടി. അങ്ങനെ ഇരുന്ന സമയത്ത് ഇപ്പോഴും ഞങ്ങൾ പള്ളിയിൽ പോയി ഒന്നിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഫാമിലിയായിട്ട്. എക്സാമിൻ്റെ കഥ ദിവസമാണെങ്കിലും ഞാൻ കൊച്ചിനെ കുർബാനയ്ക്ക് കൊണ്ടുപോകായിരുന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ കൊച്ച് പെട്ടെന്ന് ഇതെല്ലാം പിക്ക് ചെയ്യുക. ഇപ്പോൾ എല്ലാ സബ്ജക്റ്റിലും അവർക്ക് A1 മാർക്കോടെയാണ് ഇപ്പോൾ പാസ്സാകുന്നത്. അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക അനുഗ്രഹമായിട്ടാണ് ഞാനത് കാണുന്നത്. ബൈജുവിൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ബൈജു എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഈശോയെ കൊടുക്കുന്നത്? സാധാരണ ജോലിക്ക് പോകുവാനിടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങാറ്. അതിനുശേഷം ജോലിക്ക് പോകുന്ന വഴികളെല്ലാം ഞാൻ പ്രാർത്ഥിക്കും. കർത്താവ് ഇന്ന് എനിക്ക് കിട്ടുന്ന പേഷ്യൻസ് എല്ലാം അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അതിനുശേഷം ഞാൻ ഡ്യൂട്ടിക്ക് കയറി എനിക്ക് കിട്ടുന്ന പേഷ്യൻസിൻ്റെ എല്ലാ പേഷ്യൻസിൻ്റെയും ഫയൽ നമ്പർ ഞാൻ നോക്കും. ഫയൽ നമ്പറും പേഷ്യൻസിൻ്റെ പേര് ഞാൻ വാച്ച് ചെയ്യും. എന്നിട്ട് ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കും, ഈശോയെ ഈ മക്കളുടെ ജീവിതത്തിൽ എന്നെങ്കിലും മരണത്തിന് മുമ്പ് ഒരിക്കലെങ്കിലും അങ്ങാണ് സത്യദൈവമെന്ന് അറിയുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും. എന്നിട്ട് ഞാൻ ഒരു സ്വർഗസ്വനായ പിതാവ് ചെല്ലും, പിന്നെ നന്മ നിറഞ്ഞ മറിയമേ ചെല്ലും, പിന്നെ ത്രിത്വസ്തുതിയും ചെല്ലും. എന്നിട്ട് പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ യേശുവേ നന്ദി, യേശുവേ സ്തുതി ഇങ്ങനെ പ്രാർത്ഥിക്കും. അപ്പോൾ ഈ പ്രാർത്ഥന റിപ്പീറ്റ് ചെയ്ത് ചെല്ലും. ഞാൻ ചെയ്യുന്ന പേഷ്യൻസിനെല്ലാം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് ശേഷം എനിക്ക് അനുഭവപ്പെട്ടൊരു മാറ്റം എന്ന് പറയുന്നത്, എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് കേസാണ്, ഇത് മിക്കവാറും ഫെയിലാവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന കുറേ കേസുകളും അവസാനം ഫൈനൽ പ്രൊഡക്ടിവിറ്റിയിൽ എല്ലാം വളരെ എക്സലൻ്റ് ആയിട്ട് ഡോക്ടേഴ്സ് മാർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമാണ്, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം എനിക്കതുവഴി സ്മൂത്തായിട്ട് പോകുന്നു. അതെനിക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രേക്ഷകരോട് ടോജോച്ചേട്ടന് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്? പ്രവാസി ജീവിതത്തിൽ കൂടുതലും ആൾക്കാർ നേഴ്സുമാരായിട്ടാണ് പല രാജ്യങ്ങളിലും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയും നമ്മൾ ലൗകികമായ കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പ്രത്യേകിച്ചും പിള്ളേരാണെങ്കിലും എഡ്യൂക്കേഷനും
അതുപോലെ ഫൈനാൻഷ്യൽ കാര്യത്തിലൊക്കെ ഒത്തിരി ശ്രദ്ധ ചെലുത്തുമ്പോൾ ആധ്യാത്മിക കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുന്ന ഒരു ദയനീയമായ സാഹചര്യം നമുക്കുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറ്റം വന്നുകൊണ്ട് കൂടുതലായിട്ടും അവരുടെ ആധ്യാത്മിക കാര്യങ്ങൾക്ക് വേണ്ടി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഈശോ നമുക്ക് തന്ന വചനം അനുസരിച്ച് ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ ബാക്കിയെല്ലാം നമ്മുടെ മക്കൾക്ക് വേണ്ടിയും കൂട്ടിച്ചേർക്കപ്പെടും എന്നൊരു സന്ദേശമാണ് എനിക്ക് പറയാനുള്ളത്. റോമ 8:28 പ്രകാരം പറയുന്നു, തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു എന്ന്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ടോജോയെയും ബൈജുവിനെയും ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. അവരുടെ കുടുംബങ്ങൾ എന്നും ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവരാജ്യത്തിനായി നിലകൊള്ളുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമുക്ക് അബുദാബിയിൽ നേഴ്സായി ജോലി ചെയ്യുന്ന റിക്റ്റി സിസ്റ്ററിന് എന്താണ് നമ്മോട് പറയാനുള്ളതെന്ന് ശ്രവിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഏതാനും വർഷമായി നേഴ്സസ് മിനിസ്ട്രി കൂട്ടായ്മയിൽ അംഗമായി ഈശോയുടെ സ്നേഹം രുചിച്ചറിയുവാനും ഈശോയുമായുള്ള വ്യക്തിബന്ധത്തിൽ ഒത്തിരി ആഴപ്പെടുവാനുമായിട്ട് എനിക്ക് സാധിച്ചു. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം തിരുവചനം പറയുന്നുണ്ടല്ലോ, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. അതെ, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പ് ഈശോ എന്നെ അറിഞ്ഞു, ഒരു നേഴ്സായി എന്നെ തിരഞ്ഞെടുത്തു. അങ്ങനെ നേഴ്സസ് മിനിസ്ട്രിയിൽ അംഗമായി എനിക്ക് കിട്ടിയ കുറച്ച് ബോധ്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു സാധാരണ നേഴ്സിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. രാവിലെ എഴുന്നേറ്റ് അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് ആശുപത്രിയിൽ ഡ്യൂട്ടിക്ക് എത്തുന്നു. അവിടെയും ഒരു പക്ഷേ നമ്മളെ മനസ്സിലാക്കാത്ത രോഗികളുടെ പരാതികളും മേലധികാരികളുടെ താക്കീതുകളുമൊക്കെ കേട്ട് ഭാരപ്പെട്ട ഹൃദയവുമായി തിരിച്ചു വീണ്ടും വീട്ടിലെത്തുന്നു. വീണ്ടും പലരുടെയും വീട്ടിലെ അവസ്ഥകളും സങ്കടകരമായിരിക്കാം. ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നേഴ്സുമാർ. വെറും 36 വർഷം മാത്രം ഈ ഭൂമിയിൽ സഹിച്ച അൽഫോൻസാമ്മയെ ദൈവം വിശുദ്ധയാക്കി. ഏതാണ്ട് നമ്മുടെ അതേ ജോലി തന്നെ ചെയ്ത മദർ തെരേസായെ ലോകം ജീവിക്കുന്ന വിശുദ്ധയെന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഇത്രയധികം കഷ്ടപ്പാടുകളിലൂടെയും സഹനങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്ന നമുക്ക് നേഴ്സുമാർക്ക് എത്ര എളുപ്പത്തിൽ വിശുദ്ധരാകാം. അതുതന്നെയാണല്ലോ നമ്മുടെ മിനിസ്ട്രിയുടെ ലക്ഷ്യവും. ലോകമെമ്പാടുമുള്ള 2 കോടി നേഴ്സുമാർ വിശുദ്ധരാവണം, അവരിലൂടെ ലോക സുവിശേഷവൽക്കരണം സാധ്യമാകണം, അങ്ങനെ ഈശോയുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടണം. എന്നാൽ എങ്ങനെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും? വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 17-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ഇതാണ് പരമപ്രധാനം, ക്രിസ്തുവിലായിരിക്കുക, പുതിയ സൃഷ്ടിയാവുക. പക്ഷേ ഇതെങ്ങനെ സംഭവിക്കും? ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പരിശുദ്ധ കന്യകാമറിയവും ഇതേ ചോദ്യം തന്നെ ഗബ്രിയേൽ മാലാഖയോട് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ ദേവദൂതൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. അതേ സുഹൃത്തുക്കളെ, ഭൂമുഖം നവീകരിക്കുന്ന പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയുമ്പോൾ നമ്മൾ പുതിയ സൃഷ്ടികളാവും. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായം 19-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു, അവർക്ക് ഞാനൊരു പുതിയ ഹൃദയം കൊടുക്കും, ഒരു പുതിയ ചൈതന്യം ഞാൻ അവരിൽ നിക്ഷേപിക്കും, അവരുടെ ശരീരത്തിൽ നിന്നും ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഒരു ഹൃദയം ഞാൻ കൊടുക്കും. പുതിയ ചൈതന്യം അല്ലെങ്കിൽ ഒരു പുതിയ ഹൃദയം കിട്ടിയാൽ നാം എല്ലാവരും പുതിയ സൃഷ്ടികളാവും. ഈശോ തന്നെ പറഞ്ഞിട്ടില്ലേ, ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നതെന്ന്. പരിശുദ്ധ കുർബാനയിൽ നമ്മളൊക്കെ സംബന്ധിക്കുന്നവരാണ്. പരിശുദ്ധ കുർബാനയിൽ ബലിവസ്തുക്കളുടെ മേൽ കൈകൾ വെച്ചുകൊണ്ട് പരിശുദ്ധാത്മ അഭിഷേകത്തിനായിട്ട് വൈദികൻ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം, ഓ പരിശുദ്ധാത്മാവേ, ഈ അപ്പവും വീഞ്ഞും ഈശോയുടെ തിരുശരീര രക്തങ്ങളാക്കി നീ മാറ്റുന്നത് പോലെ ഞങ്ങളെയും നീ രൂപാന്തരപ്പെടുത്തണമേ.
അതുപോലെ വ്യക്തിപരമായ പ്രാർത്ഥന, കൂട്ടായ്മയിലുള്ള പ്രാർത്ഥന, കൂദാശകളുടെ കൂടെയുള്ള സ്വീകരണം, ഈശോയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും പൂർണ്ണമായും കഴുകി വിശുദ്ധീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥന ഒക്കെ വഴി നമ്മളിൽ ചാരം മൂടിക്കിടക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് ഉജ്ജ്വലിപ്പിക്കാനായിട്ട് സാധിക്കും. ആധുനിക മാധ്യമങ്ങളായ വാട്സപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ സമയം ചെലവഴിക്കുന്ന നമുക്ക് ആ സമയം വിശുദ്ധരുടെ ജീവചരിത്രം വായിക്കാനും ദൈവത്തിൻ്റെ വചനം വായിക്കാനും ധ്യാനിക്കാനുമൊക്കെയായിട്ട് ഉപയോഗിക്കാം. വചനം നമ്മെ രൂപാന്തരപ്പെടുത്തും. സാവൂളിനെ പൗലോസാക്കി മാറ്റിയ നമ്മുടെ കർത്താവ് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്ന സമരിയാക്കാരി സ്ത്രീയെ ആദ്യത്തെ മിഷണറിയാക്കി ഉയർത്തിയ ദൈവം 2000-ലധികം സ്ത്രീകളുമായി വ്യഭിചാരം ചെയ്ത അഗസ്റ്റിനെ കത്തോലിക്കാ സഭയിലെ തന്നെ വലിയൊരു വിശുദ്ധനാക്കി മാറ്റിയ പൊന്നു തമ്പുരാൻ പാവപ്പെട്ട നമ്മളെയും രൂപാന്തരപ്പെടുത്തും. നമുക്ക് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി. റീറ്റി സിസ്റ്ററിലൂടെ നൽകിയ സന്ദേശത്തെ ഓർത്ത് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 27-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? നമ്മെപ്പോലുള്ള നേഴ്സസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങളിൽ നാം ആകുലരാകാറുണ്ട്. ജോലിയിലെ പ്രശ്നങ്ങൾ, ജോലിയിലായിരിക്കുമ്പോൾ കുടുംബത്തിലെയും കുഞ്ഞുങ്ങളുടെയും കാര്യങ്ങൾ, രോഗികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നുമുള്ള അനുഭവങ്ങൾ, എല്ലാറ്റിലും നാം ഈശോയിൽ ആശ്രയം തേടുക. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. നാം ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളവയെല്ലാം ലഭിക്കുക തന്നെ ചെയ്യും. നാം ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധാത്മജ്ഞാനത്താൽ നിറഞ്ഞ് നന്മയുടെ വഴി തിരഞ്ഞെടുക്കുവാനും അത് മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും ഈശോ നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ. അതിനായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും വിശുദ്ധനാകട്ടെ, വിശുദ്ധയാകട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.